അടുത്തത് നമ്മള് നരസിംഹക്കൊക്കെ ഒന്ന് പോയിട്ട് അവിടെ എന്താ പാട്, നിരാശപ്പെടുത്തോ ഇല്ലേ എന്നൊക്കെ നോക്കിട്ട് പതുക്കെ തിരിച്ച് വീട്ടിലൊക്കെ പോവാനാണ് പരിപാടി. വണ്ടി പോവില്ലേ? വണ്ടി പോവോ? വണ്ടി പോവോ? വണ്ടി അപ്പൊ എന്തായി പറ്റോ? നമ്മള് നിർത്തോ എത്തൂലേ? എത്തി നരസിംഹക്ക് ഇത് പൊളിക്കും. ഓ എന്താ കാറ്റൊക്കെ കാണാനില്ല ഗൈസ്. ആക്ച്വലി ഒരു രക്ഷയില്ലാത്ത റൂട്ട് കൂടെ അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിശ്വസനീയം എന്ന് പറയാലോ. നല്ല കാറ്റ്, പെട്ടെന്ന് കാലാവസ്ഥ മാറി. ഇതാ പിന്നെയും പെട്ടെന്ന് മാറി. പിന്നെയും വെയിലല്ലടാ, അത് മാറും. ഓക്കെ, അപ്പോ അടിപൊളി ഏരിയയാണ്. അതിന്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങോട്ട് ദൂരെ ആ മലയുടെ മുകളിൽ. അപ്പൊ ഇതാണ് നരസിംഹക്ക്. ഓക്കെ, അതായത് എത്തുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ഞാൻ ഓരോന്ന് പറയുമ്പോ കോളാക്കിയിരുന്നു, മനസ്സിലായ? അപ്പോ എന്താണ് ഗൈസ്, സൈഡിലുള്ള കുറച്ച് വ്യൂസ് ഒക്കെ കണ്ടിട്ട് ഓ മേൻ ഇതൊക്കെ ഒന്ന് കാണാം. അതേപോലെ ചാണകം ചാവച്ചാൻ പാടില്ല. നമ്മൾ ഈ റൂട്ടാണ് പോകേണ്ടത്. ഓക്കെ, look at this view guys, look at this. Wow, fantastic. അപ്പോൾ സ്റ്റിൽ നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ടാവില്ല, ഒരു 10 മിനിറ്റ് നമ്മൾ നടന്ന് കയറി. അവിടെ കുറേ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. നോക്കട്ടെ മുകളിൽ എങ്ങനെയാണ് വ്യൂ എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത്. ഇതുണ്ടോ, ബാക്കിൽ കുറേ മലകളുണ്ട്. അതാക്കി നല്ല കാറ്റുണ്ട് ഇവിടെ. എനിക്ക് ഇവിടുത്തെ കാറ്റ് ഇഷ്ടമായത്. നമ്മളങ്ങനെ തള്ളി മാറ്റുന്ന കാറ്റ്, അതേപോലെ ചെറിയ തണുപ്പും. ഒരു മഴയും കൂടി പെയ്താ അടിപൊളി അല്ലേ? അതാണ് അതിൻ്റെ കളി. മുകളിലെങ്ങനെ നല്ല വ്യൂ ഉണ്ടോ? നല്ല വ്യൂ, അടിപൊളി. ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം, അടിപൊളി. ഇതെനിക്കിഷ്ടായിട്ടോ ഇരുവഴി. ഓ മാൻ, ഓ പേടിയുള്ളവരിറങ്ങണ്ട, പേടില്ലാത്തവരിറങ്ങും. അപ്പോ ഇതാണ് നരസിംഹക്ക്. നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇത് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അഡ്വഞ്ചറാണ്, ഒരു ഡെസ്റ്റിനേഷനാണ്. പെട്ടെന്ന് കയറി വന്നതാണ്. നമ്മൾ കുറച്ച് സമയം ഫ്രീ ആയതുകൊണ്ട് മാത്രം കയറി വന്നതാണ്. അപ്പോൾ ഓക്കെ.